Check my walk and the talk, coming close to you. Got the shades and the cap with my uniform too. ഹനാൻഷയാണല്ലോ ഇപ്പോഴത്തെ വിഷയം. സ്വാഭാവികം. ഈ ഹനാൻഷയുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് എയർ പോയ അഷ്കർ ടെക്കി. അഷ്കർ ടെക്കി വന്നിരുന്ന് ഹനാൻഷാന്റെ മറ്റേ മൊബൈലിലെ ലൈറ്റൊക്കെ എതിർത്ത് ചിറാപ്പു ഇഞ്ചി മഴയത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയതാണ്. ഇതെങ്ങനെ കേറിയതല്ല, എന്നെ കേറ്റിയതാ. ചിറാപ്പുഞ്ചിയും കഴിഞ്ഞ് മേഘാലയം കഴിഞ്ഞ് ആസാമും കഴിഞ്ഞ് നാഗാലാൻഡും കഴിഞ്ഞ് അങ്ങനെ എത്തിയിട്ടുണ്ടാവും മൂപ്പര്. ഇവിടെ ഇരുന്നാ ലോകം മുഴുവൻ കാണാതെ. അവര് കുറച്ച് പാട്ടും പറയെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോയതെന്ന് പറയുന്നു. അപ്പൊ ഇത് അവിടെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യാനുള്ള പിന്ന് പോലും അവര് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്തൊക്കെ വിളിച്ചാലും ഞാൻ ക്ഷമിക്കും കേട്ടോ, പക്ഷെ എന്റെ പ്രൊഫഷനെ ചോദ്യം ചെയ്താലുണ്ടല്ലോ. വലിയ സൗണ്ട് സിസ്റ്റം വേണം, ഈ കുത്താനുള്ള പിന്ന് വേണം. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സെറ്റ് ചെയ്യാതെയാണ് വന്നത്. അപ്പൊ എനിക്ക് പാട്ട് പാടാൻ പറ്റത്തില്ല, സോറി, നമുക്ക് നെക്സ്റ്റ് കാണാം എന്ന് പറഞ്ഞ് എന്തോ ഒരു ചിറാപ്പുഞ്ചി കാലിന്റെ ഡേലി എന്ന് പറഞ്ഞിട്ട് പോയി. അഷ്കർ ടെക്കിക്ക് ഒരുമാതിരി പുച്ഛം പരിഹാസം മൂഡിലാണ്. ഹനാൻഷാ ഷോ അല്ലെങ്കിൽ പാട്ട്, ഹനാൻഷാ റിലേറ്റഡ് കാര്യങ്ങൾ പറയുമ്പോൾ ഇവൻ സംസാരിച്ചു വെക്കുന്നത്. മുൻകോപിയാ, ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ, അതൊന്നും പ്രശ്നമാക്കണ്ട. This one is like a joke by a joker. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. എന്താ പറയാ, ലോക കുശുമ്പും കുഞ്ഞായ്മയും മൂത്തിട്ട് ഇരുന്നിട്ട് ഒരുത്ത ഇരുന്ന് വിളിച്ചു പറയുന്ന ഒരു ഫീലാണ് എനിക്ക് അഷ്കറിന്റെ ഈ ഒരു സാധനം കണ്ടപ്പോൾ തോന്നിയത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതിനൊക്കെ ചില രീതികളും മര്യാദകളൊക്കെ ഉണ്ട്. താൻ ആദ്യം അതൊക്കെ പഠിച്ചിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞതിന് വെച്ചിട്ട് കാലിന്റെ അടിയിൽ നിന്ന് വന്ന വർത്താനം പറയുന്ന അഷ്കർ ടെക്കി എന്താണെന്നുണ്ടെങ്കിലും ഏതോ കാലിന്റെ അടിക്ക് ഓടിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഇവൻ ഒരുത്തരായതിനൊക്കെ കാരണം ഇവൻ എവിടെങ്കിലും പോയ അടി ഉറപ്പല്ലേ.